അമിതവണ്ണം കുറക്കാനും അതുപോലെ തന്നെ ബെല്ലി ഫാറ്റ് കുറക്കാനും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നിന്ന് മോചനം നേടി നല്ല ഫിറ്റ്നസ് നേടാനൊക്കെ ആഗ്രഹിക്കുന്നവർ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഡ്വൈസ്, നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഫേസ് പറഞ്ഞൊരു ഫേസ് ഉണ്ട്. ഫസ്റ്റ് വീക്ക് മുതൽ ഒരു 6 വീക്ക് വരെ അത് ചില ആളുകൾക്ക് പെട്ടെന്ന് അതിന് റിക്കവർ ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ ഒരു ഫിറ്റ്നസ് നേടും, അല്ലെങ്കിൽ കോർ സെറ്റ് ആവും, അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് കൂടും. ഫസ്റ്റ് ഫേസ് പറഞ്ഞത് ഫസ്റ്റ് വീക്ക് ടു 6 വീക്കാണ്. ഇതിൻ്റെ ഇടയിലുള്ളൊരു സമയമാണ് ഫസ്റ്റ് ഫേസ് എന്ന് നമ്മൾ ജനറലായിട്ട് പറയുന്നത്. അപ്പം ഈ സമയത്ത് ഇങ്ങനെയുള്ള റിസൾട്ട് നേടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കാണാം. ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്, ഹെവി വർക്കൗട്ട്, ഹാർഡായിട്ടുള്ളൊരു ഡയറ്റ്, എല്ലാ ദിവസമുള്ള വർക്കൗട്ട്, നിങ്ങൾക്ക് പറ്റാത്ത മൂവ്മെൻറ്റ്സും നിങ്ങൾക്ക് പറ്റാത്ത ടൈപ്പുള്ള എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ അൾട്ടിമേറ്റ് ലാസ്റ്റ് നമുക്ക് ഇഞ്ചുറിയിൽ വന്ന് പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഫേസ് ചിലപ്പോൾ നല്ല റിസൾട്ടൊക്കെ കാണും. അത് നിർത്തി കഴിഞ്ഞാണ്ടാവും നിങ്ങൾ ബൗൺസ് ചെയ്യുന്നത്. വെയിറ്റ് ചിലപ്പോൾ 70 ആയിരിക്കും, ചിലപ്പോൾ 70+ ആവണം നിർത്തി കുറച്ച് ദിവസം കഴിഞ്ഞാൽ. അങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ബെല്ലി ഫാറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, പിന്നെ വീണ്ടും കാണാതെ പെട്ടെന്ന് സഡൻലി കൂടും. പിന്നെ മൈൻഡ് കാണാം നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവും നിങ്ങൾ ഹാർഡായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പാർട്ടിയോ പരിപാടിയോ കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിർത്തും, പെട്ടെന്ന് ബൗൺസ് ആവും. പിന്നെ നമ്മൾ ഡീമോട്ടിവേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ പഴയതിനെക്കാട്ടി മോശം കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ എപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ അഡ്വൈസ് പറയുന്നത്, നിങ്ങൾ ഈ ഫസ്റ്റ് ഫേസിലാണ് എപ്പോഴും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെയധികം ഫോക്കസ് ചെയ്യേണ്ടതും ഈ ഫസ്റ്റ് ഫേസിലാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ ഒരിക്കലും നിങ്ങൾ ബിഗിനേഴ്സോ അല്ലെങ്കിൽ തടി കൂടുതലുള്ള ആളുകളോ അല്ലെങ്കിൽ വർക്കൗട്ട് കുറേ കാലം നിർത്തിയിട്ട് ചെയ്യുന്നവരോ ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും പ്ലീസ് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹാർഡായിട്ടുള്ള എക്സസൈസ് ചെയ്യരുത്. നിങ്ങളുടെ ബോഡിക്കും ഓരോ ആളുകളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചുള്ള വർക്കൗട്ടോ എക്സസൈസ് വേണം നിങ്ങൾ ചെയ്യാനും അതിൽ ഉൾപ്പെടുത്താനും. അപ്പോൾ ഒരുപാട് എക്സസൈസുകളൊക്കെ നല്ലതന്നെ, എക്സസൈസുകളൊന്നും മോശമല്ല. പക്ഷേ ഓരോ ആളുകളെ ബോഡി കണ്ടീഷനും സിറ്റുവേഷനും അനുസരിച്ചിട്ട് വേണം ഓരോ എക്സസൈസും ചെയ്യാനും. അപ്പം നമുക്ക് നമ്മളെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ചില മസിലുകൾ നമുക്ക് ടൈറ്റ്നെസ് ഉണ്ടാവും, ചില മസിൽ ഭയങ്കര വീക്ക് ഉണ്ട്. അപ്പോൾ ഇത് ടൈറ്റ്നെസ്സിനും വീക്കിലും കുറേ കാലം അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ പെയിനുകളും ഓരോരോ ഇഞ്ചുറികളും വരും. അപ്പോൾ ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഫേസ്. അപ്പോൾ പിന്നെ നമുക്ക് ഇൻ്റേണൽ ഒരു ഏജ് കഴിഞ്ഞാൽ 30, ആദ്യമൊക്കെ 40+ ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ 30+ തന്നെ നമുക്ക് ഓരോ അസുഖങ്ങളുണ്ട്. PCOD, ഫാറ്റി ലിവർ, അമിതവണ്ണം, നീ ഇഷ്യൂസ്, ബാക്ക് പെയിന്, പോസ്ചർ ഡീവിയേഷന്, ഡിപ്രഷന്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഇപ്പം 30+ തന്നെ കണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 30+ലുള്ള ആളുകളൊക്കെയാണ് നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫേസ് വളരെ കെയർ ചെയ്യുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അതുപോലുള്ള ടിപ്സും വർക്കൗട്ടും ഫിറ്റ്നസ് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ കിട്ടാനും വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം.